പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ കനോണിന്റെ ഇങ്ക് ടാങ്ക് കളർ പ്രിന്ററായ കനോൺ പിക്സിമ G3020 എന്ന പ്രിന്ററിന്റെ ഡ്രൈവർ എങ്ങനെ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യാമെന്നതിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ആണ്. വീഡിയോ കാണുന്ന മുമ്പ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നേരെ വീഡിയോയിലോട്ട് പോകാം. ഏതെങ്കിലും ഒരു ബ്രൗസർ ഓപ്പൺ ചെയ്യുക. അവിടെ കനോൺ സപ്പോർട്ട് ഇന്ത്യ എന്നുള്ളത് ടൈപ്പ് ചെയ്ത് സെർച്ച് എന്നുള്ളത് കൊടുക്കുക. അവിടെ ഈ ഫസ്റ്റ് കാണുന്ന വെബ്സൈറ്റിൽ സപ്പോർട്ട് കനോൺ ഇന്ത്യ എന്നാണ്, അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അതിൽ നിന്നാണ് നമുക്ക് സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്യാനുള്ളത്. വെബ്സൈറ്റ് ഓപ്പൺ ആയി വന്നു. നമുക്ക് ഏറ്റവും സിമ്പിളായിട്ട് രീതിയിൽ ഡൗൺലോഡ് ചെയ്യാൻ ഇവിടെ സെർച്ച് ബൈ മോഡൽ നെയിം എന്നുള്ളത് കണ്ടില്ലേ, അവിടെ നമ്മുടെ മോഡൽ ഏതാണെന്നുള്ളത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. താഴെ ബ്രൗസ് യുവർ പ്രൊഡക്റ്റ് റേഞ്ച് എന്നുണ്ട്, അത് കുറേ ബ്രൗസ് ചെയ്യാനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഏറ്റവും സിമ്പിൾ മെത്തേഡാണ് ഇവിടെ നമുക്ക് സെർച്ച് ബൈ മോഡൽ നെയിം എന്നുള്ള അവിടെ ജസ്റ്റ് നമ്മുടെ പ്രിൻ്ററിൻ്റെ മോഡൽ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ G3020 എന്ന് ടൈപ്പ് ചെയ്യുന്നതോടുകൂടി താഴെ ലിസ്റ്റ് വരും, അത് ജസ്റ്റ് സെലക്ട് ചെയ്യുക. അപ്പോൾ നേരെ ഡൗൺലോഡിങ് പേജിലോട്ടാണ് പോവുക. കണ്ടില്ല, നമ്മുടെ പ്രിൻ്ററിൻ്റെ പേര് ഇവിടെ കാണിക്കുന്നുണ്ട്. താഴെ നമുക്ക് ഡ്രൈവേഴ്സ് ആവശ്യമുണ്ട്. ഇവിടെ ആദ്യം ചെയ്യാനുള്ളത് നമ്മുടെ വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഏത് വെർഷനാണെന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കണം. അത് കൺഫ്യൂഷൻ വേണ്ട. നമുക്ക് ഇവിടെ ബ്രാക്കറ്റിൽ ഡിറ്റക്റ്റഡ് എന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ടുണ്ടാവും, കണ്ടില്ലേ, നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും. ഡിറ്റക്റ്റഡ് പറഞ്ഞാണ് ബ്രാക്കറ്റിൽ കൊടുത്തത്. അപ്പോൾ ഇതേപോലെ നിങ്ങളുടെ വെർഷൻ ഏതാണെന്നുള്ളത് അതേപോലെ ബ്രാക്കറ്റിൽ ഡിറ്റക്റ്റഡ് എന്ന് കൊടുത്തിട്ടുണ്ടാവും. ജസ്റ്റ് അത് സെലക്ട് ചെയ്തുകൊണ്ട് ഈ സെർച്ച് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ 2-3 ഫയൽ കാണിക്കും. അതിൽ സെൻറ്ററിൽ കാണുന്നില്ല നിങ്ങൾക്ക് ഒരു 88 MB ഫയൽ കണ്ടില്ലേ, ഈ G3020 MP ഡ്രൈവർ ആണ്. അത് ജസ്റ്റ് സെലക്ട് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് പേജിലോട്ട് പോകും. അവിടെ നമുക്ക് ഈ ഡൗൺലോഡ് എന്നുള്ള ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി നമ്മൾ ആ ഫയൽ ഡൗൺലോഡിങ് സ്റ്റാർട്ട് ചെയ്യും. നിങ്ങൾക്ക് താഴെ കാണാൻ സാധിക്കും. കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഡൗൺലോഡിങ് ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ടാവും. കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ ജസ്റ്റ് ആ ഫയൽ ഡൗൺലോഡ് ചെയ്ത ഫയലിൻ്റെ അവിടെ പോയി ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ അൺസിപ്പിങ് നടന്നുകൊണ്ടിരിക്കുന്നു. കുറച്ച് നേരം വെയിറ്റ് ചെയ്യണം. പ്രത്യേകം ശ്രദ്ധിക്കുക, പഴയ പ്രിൻ്ററിലൊക്കെ ഇത് സോഫ്റ്റ്വെയർ ചെയ്യുന്ന ഇടയിലാണ് USB കണക്ട് ചെയ്യേണ്ടതെങ്കിൽ ഈ മോഡൽ പ്രിൻ്ററിന് നമ്മൾ ആൾറെഡി USB കേബിൾ കണക്ട് ചെയ്തിരിക്കണം. എന്നിട്ട് മാത്രമേ ഈ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യാൻ പാടുള്ളൂ. എങ്കിൽ മാത്രമേ അത് ഡിറ്റക്റ്റ് ചെയ്യുകയുള്ളൂ. അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, USB കേബിൾ കമ്പ്യൂട്ടറും പ്രിൻ്ററും നമ്മൾ USB കേബിൾ കണക്ട് ചെയ്തിരിക്കണം. ഓക്കെ, ഇൻസ്റ്റാളേഷൻ ഫയൽ ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. ഇവിടെ താഴെ കാണുന്ന നെക്സ്റ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമ്മുടെ റെസിഡൻസ് അതായത് റീജിയൻ എവിടെയാണെന്നുള്ളത് ജസ്റ്റ് ഏഷ്യ എന്നുള്ളത് സെലക്ട് ചെയ്താണ് നെക്സ്റ്റ് എന്നുള്ളത് കൊടുക്കുക. ഇവിടെ യെസ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ പ്രിൻ്ററിൻ്റെ പേര് വിത്ത് സീരിയൽ നമ്പർ ഇവിടെ ലിസ്റ്റിൽ കാണിക്കും. ഇങ്ങനെ കാണിക്കുന്നുണ്ടെങ്കിൽ ജസ്റ്റ് അത് സെലക്ട് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. കാണിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ വിൻഡോസിൻ്റെ ചെറിയ ഇഷ്യൂണ്ട് OS ഒന്ന് റീഇൻസ്റ്റാൾ ചെയ്യുന്നത് നല്ലതായിരിക്കും. കുറച്ച് നേരം ഇതേപോലെ ഇൻസ്റ്റാളിംഗ് എന്ന് പറഞ്ഞ് കാണിക്കുന്നുണ്ടാവും. അതിനുശേഷം ഇൻസ്റ്റാളേഷൻ കംപ്ലീറ്റഡ് എന്നുള്ള മെസ്സേജ് കാണിക്കും. ഇതേപോലെ കണ്ടില്ലേ, ജസ്റ്റ് എക്സിറ്റ് എന്നുള്ളത് കൊടുക്കുന്നു. ഇപ്പോൾ നമ്മുടെ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാളേഷൻ പ്രൊസീജിയർ ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. സാമ്പിളിന് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ജസ്റ്റ് കൺട്രോൾ പാനലിൽ പോകുന്നു. ജസ്റ്റ് ടെസ്റ്റ് പേജ് പ്രിൻ്റ് കൊടുക്കുന്നു. അതായത് കൺട്രോൾ പാനൽ ഓപ്പൺ ആക്കിയതിന് ശേഷം അതിൽ ഡിവൈസസ് ആൻഡ് പ്രിൻറ്റേഴ്സ് ആണ് ഓപ്ഷൻ ഉണ്ടാവും. നിങ്ങൾക്ക് സെൻറ്ററിൽ കാണാൻ സാധിക്കും. കണ്ടില്ലേ, സെൻറ്ററിലല്ല, സോറി, സൈഡിൽ റൈറ്റ് സൈഡിൽ സെക്കൻഡ് ഓപ്ഷനായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഡിവൈസസ് ആൻഡ് പ്രിൻറ്റേഴ്സ് ആണ് ഓപ്ഷൻ. അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക.
എൻ്റെ ലാപ്പിൽ കുറേ പ്രിൻ്റർ കണക്ട് ചെയ്തുകൊണ്ടാണ് ഇവിടെ കുറേ പേരുകൾ കാണിക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് സെൻട്രലായിട്ട് കാണാൻ കഴിയും കളറായിട്ട് നിൽക്കുന്നത്. അത് ജസ്റ്റ് അതിൻ്റെ പേരിൻ്റെ അവിടെ റൈറ്റ് ബട്ടൺ നിൽക്കുന്നു. അതിൽ പ്രിൻ്റർ പ്രോപ്പർട്ടീസ് എടുത്തതിന് ശേഷം ഈ താഴെ കാണുന്ന പ്രിൻ്റ് ടെസ്റ്റ് പേജ് എന്ന് കൊടുക്കുന്നു. അപ്പോൾ നമ്മുടെ കമ്പ്യൂട്ടറിൽ നിന്നും പ്രിൻ്ററിലേക്ക് കമാൻഡ് വന്ന് പ്രിൻ്റ് ടെസ്റ്റ് പേജ് ചെയ്ത് വരുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇതേപോലെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ഇഷ്ടമെന്ന് വിചാരിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.